ഇവിടെ മാത്രല്ല ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലും മരുന്നുകളില്ല. ആരോഗ്യമന്ത്രി വന്നാലും ഇനിയിപ്പോ ഇവിടുന്ന് പാരസെറ്റമോൾ അല്ലാതെ വേറെ കൊടുക്കാൻ വഴിയില്ല. നമ്മൾ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവരൊക്കെ. അടുത്ത് വരുമെന്ന് കരുതുന്നു. വന്ന എല്ലാവർക്കും കൊടുക്കും. എന്താടോ സാറേ പൗഡർ ഇല്ല. പൗഡർ ഇല്ല. ഇയാളിപ്പോ പൗഡർ ഇട്ടാ എന്താ, ഇട്ടില്ലെങ്കിൽ എന്താ? ഡെയിലി വയസ്സിനുള്ള സീപ്പർ ജോലി ഇല്ല. അതിനിപ്പോ പൗഡർ ഒന്നും ഇട്ടോളന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ബ്ലീച്ചിങ് പൗഡറിന്റെ കാര്യം സാറേ പറയണേ. താനിങ്ങോട്ട് വന്നേ. ബ്ലീച്ചിങ് പൗഡർ കഴിഞ്ഞു സാറേ. എന്നിട്ട് താനെന്തോ അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലേ? അറിയിച്ചതാ, പക്ഷെ ആരും കൊണ്ടുവന്നിട്ടില്ല. അത് ആരും കൊണ്ടുവന്നില്ല. അതിന് നീ ടെൻഷൻ അടിക്കണം എന്തിനാ? സ്വന്തം ശമ്പളത്തിന് കാശ് എടുത്തിട്ട് ബ്ലീച്ചിങ് പൗഡർ വാങ്ങാൻ സർക്കുലർ ഇറക്കിയിട്ടില്ലല്ലോ. പിന്നെന്താ നയ്കള് പൊക്കോ. ഇവിടെ മഴക്കാല രോഗങ്ങൾക്ക് മരുന്ന് കിട്ടാണ്ട് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിലിടയ്ക്കാണ് ഇനി ബ്ലീച്ചിങ് പൗഡർ കൊടുത്തയച്ചിട്ട് ഇനി എപ്പോ വരാനാ? എന്തേ നയ്കള് ചെല്ല്. ഇങ്ങനെ ആൾക്കാർ ബഹളം ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമസ്കാരം സാർ. ഞാനേ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് കൗൺസിലർ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പ്രൊമോഷൻ വല്ലതായോ? അയ്യോ പ്രൊമോഷനൊക്കെ ആയ നിങ്ങൾ നേതാക്കന്മാര് നേരത്തെ അറിയില്ലേ? അതൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യം. അതെ, ഇപ്പൊ അതിലും വലിയ പ്രശ്നത്തിലാണ്. എന്താ? ഇത് ഒരു കണക്കിന് ഈ ആശുപത്രിക്ക് ഒരു നല്ല പേരുണ്ടാക്കി വെച്ചത് ഒരു അവാർഡ് മേടിച്ചാണ്. അതെ ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അയ്യോ അങ്ങനെ പ്രശ്നം വരെ വഴിയില്ല. ഞാനൊരു 10-20 ദിവസം ലീവായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ വർക്കിനൊന്നും ഒരു മുടക്കം വന്നിട്ടില്ല. ഇവിടെ വർക്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടറും അവിടെ പരിശോധന നടന്ന കാര്യമുണ്ട്. ആൾക്കാർക്ക് കൊടുക്കാൻ ഗുളിക വേണ്ടേ? ഗുളിക എന്ത് ചെയ്ത് ഇവിടുത്തെ? മരുന്ന്. മരുന്ന് ഞാൻ വേറെന്തോന്ന്. അത് ഇവിടെ മാത്രല്ല എന്റെ കൗൺസിലറെ, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മരുന്നില്ല. എന്താ സാറാ പറയണ? ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ ആവശ്യത്തിന് മരുന്നും ഗുളികയും എല്ലാ ഹോസ്പിറ്റൽസിലും എത്തിച്ചേർന്നെന്ന്. നിങ്ങൾ രാഷ്ട്രീയക്കാർ ഈ ചോദ്യം എന്നോട് ചോദിക്കാവോ? ആരോഗ്യമന്ത്രി അങ്ങനെയല്ലേ പറയൂ? അങ്ങനെയല്ലേ അവർക്ക് പറയാൻ പറ്റൂ? ഒരു ഗവൺമെന്റ് ആശുപത്രിയിലും മഴക്കാല രോഗങ്ങൾക്കുള്ള മരുന്ന് എത്തിയിട്ടില്ല. വെറും പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ. എന്തിനധികം പറയുന്നത്? ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബശ്രീക്കാർക്കും കൊടുക്കാനുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ വരെ ഇവിടെ ഇല്ല. അതെ, അതിപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പൊ മരുന്ന് എത്തിക്കാൻ എന്താണ് വഴി? അത് സാറ് പറയും. ഇവിടെ ഇപ്പൊ കൃത്യമായിട്ട് മരുന്ന് എത്തണമെന്നുണ്ടെങ്കിൽ KMSCL വിചാരിക്കണം. അതാരാണ്? കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് മറ്റേ പാർട്ടിയല്ലേ സാറേ? ഏത്? മറ്റേ കോവിഡ് വന്നപ്പോ ഗ്ലൗസിൽ അഴിമതി കാണിച്ച് കോടികൾ വെട്ടിച്ചില്ലേ? ആ ടീമാണല്ലേ. 5 രൂപയ്ക്ക് ആദ്യം സർക്കാർ ഗ്ലൗസ് വിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് 7 ആയി. പിന്നെ അത് 12 കാലം വെട്ടിത്തിരുത്തിയിട്ട് ആ ടീം. അപ്പൊ മരുന്ന് അവര് മറച്ചു വിട്ടിട്ടുണ്ട്. ടെൻഡർ മാറ്റി അടിക്കും. അത് തന്നെ. അതിന്റെ MD പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൃത്യമായി എത്താൻ പറ്റും. MDയോ ഏത് MD വേണമെങ്കിലും ഞങ്ങൾ കാണാം. ആളാരാണ്? അത് സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറാ. അപ്പൊ അത് ശരി. അയാളൊന്ന് വിളിക്ക്. അല്ല, അയാളങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, നേരിട്ട് ചെല്ലണം. അതിപ്പോ നിങ്ങളിപ്പോ പോയാ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 6 മാസത്തിലിടയ്ക്ക് 4 പേരാണ് ആ സ്ഥാനത്ത് വന്ന് സ്ഥലം മാറ്റം കിട്ടിപ്പോയത്. ഇനിയിപ്പോ അയാൾ മാറി പോണേ നമുക്ക് അയാളെ പോയി കാണാം. അതെ, അയാളെ പോയി കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ആ മരുന്ന് ഇവിടെ എത്തിച്ച് കിട്ടിയാൽ ഇവിടെ വരുന്ന രോഗികളുടെ തെറിയിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം ലഭിക്കും. അതെ, ഞങ്ങൾക്കും. ശരി. അത് പറയാൻ വയ്യ. ഞാനിപ്പോ ഈ സ്ഥാപനത്തില് ഈ കസേരയിൽ ഇപ്പൊ എത്രാമത്തെ ആളാന്ന് എനിക്കെന്നെ അറിയാൻ വയ്യ. ഏത് സമയത്തും വരും. ശരി അപ്പൊ വെച്ചോ. വേറെ 1-2 ആളുകൾ വന്നിട്ടുണ്ട്, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. ശരി. ഓക്കെ. എന്താ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞോ? സാറേ, ഞാൻ നമ്മുടെ പുന്നക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇരിക്കുന്ന ആ വാർഡിലെ കൗൺസിലറാണ് മന്മഥൻ. ആയിക്കോട്ടെ. നമ്മൾ അസിസ്റ്റന്റ് കൗൺസിലറാണ്. അല്ല, അടുത്ത തവണ മത്സരിക്കും. അപ്പൊ വന്ന കാര്യം അതായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള അവാർഡ് മേടിച്ച ആളാ ഞങ്ങളുടെ ആശുപത്രിയാണ്. ശരി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ചീത്ത പേര് കേട്ടോണ്ട്. എന്താ നിങ്ങളുടെ കാര്യം? എന്താ കാര്യം പറയൂ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവിടെ വരുന്ന രോഗികൾക്ക് കൊടുക്കാൻ മരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അസുഖങ്ങളൊക്കെ വരുത്തുന്നത് ഞങ്ങൾ ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ഒന്നുമല്ല. സാറ് നിന്ന് ആനയെന്ന് പറയുമ്പോൾ ചേനെന്ന് പറയല്ലേ സാറേ? ഈ മരുന്നിന് വല്ല വഴിയുണ്ടോ ഇല്ലോ എന്നുള്ള സാർ അത് പറയും. നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് എന്തറിയാം? അതറിയാം. എന്ത്? ഗുളിക മരുന്നൊന്നും സമയത്ത് തരാത്തൊരു സ്ഥാപനമാണെന്ന് അറിയാം.
അറിയാതെ സംസാരിക്കരുത്. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് 2007 ഡിസംബർ 28 സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പൊതുജനാരോഗ്യവും കുടുംബക്ഷേമവും കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഈ സ്ഥാപനത്തിനുണ്ട്. അത് ഉണ്ടെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഈ പൊതുജനാരോഗ്യം നോക്കേണ്ട നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നില്ല? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കാര്യങ്ങൾ അറിയണം. സാറേ, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് നിങ്ങളുടെ വീഴ്ച കൊണ്ടാണ് മരുന്ന് എത്താത്തതെന്ന്. അല്ലല്ല, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെയല്ല. അതായത് നമ്മള് ഡൽഹിയിലുള്ള ഒരു മരുന്ന് കമ്പനിക്ക് കാരുണ്യയുടെ സഹായത്തോട് കൂടിയിട്ട് മരുന്നിനുള്ള ഓർഡർ കൊടുത്തു. 1 രൂപ ചില്ലറ പൈസക്ക് അവര് മരുന്ന് നമുക്ക് ഇറക്കുമതി ചെയ്ത് തരാമെന്നും സമ്മതിച്ചു. പാർസൽ വന്നപ്പോ എന്താ പാറ്റ ഗുളികയായിരുന്ന? അങ്ങനെ പറയല്ലേ സാർ, പറയട്ടെ. എന്നിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ആന്ധ്രയിലുള്ള ഒരു മരുന്ന് കമ്പനി അവര് വന്നു. അവര് ഈ പറയുന്ന പൈസക്ക് 40% കൂടുതൽ ഗുളിക നമുക്ക് തരാന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് വിട്ട് നമ്മൾ ഇത് പിടിച്ചു. അപ്പൊ ഇവരുമായിട്ട് കരാറായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഡൽഹിയിലുള്ള മരുന്ന് കമ്പനി പിൻവാങ്ങി. ഇപ്പൊ അതുമില്ല ഇതുമില്ല, കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥ. സത്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ മൊത്തത്തിൽ മരുന്ന് ആര് തരണം? ആന്ധ്ര കമ്പനി തരണം. അവരിപ്പോ മരുന്ന് തരുന്നുമില്ല. ഇനി തരുമോ ഇല്ലയോ നമുക്കറിയില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം നമ്മുടെ ജനങ്ങൾ മരുന്ന് കിട്ടാതെ മരിച്ചാലും കുഴപ്പമില്ലെന്നാണ് പറയണത്. അതെ സാറേ, ഈ ജനങ്ങൾക്ക് മരുന്ന് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇല്ലെന്ന് സാറ് പറഞ്ഞേ. നിങ്ങൾ ജനങ്ങളെ ഈ വിഷഗുളിക തീറ്റിക്കാതിരിക്കുക. പിന്നെ നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ മരുന്നുകൾ അവരെ തീറ്റിക്കാതെ നിങ്ങൾ ബോധവൽക്കരണം നടത്തൂ. എന്തെന്ന് പറഞ്ഞിട്ട്? അതായത് മഴക്കാലമാണ് വരുന്നത്. പലതരത്തിലുള്ള പനികൾ വരുന്നുണ്ട്. മങ്കിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി തുടങ്ങിയിട്ടുള്ള പനികൾ ഒരുപാട് വരും. ഇനിയും പനികൾ വരും. അപ്പൊ ഇത്തരം പനികൾ വരുമ്പോ ഈ പനികളെ പറ്റിയൊക്കെ ഈ ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിക്കുക, അവരെ ഭയപ്പെടുത്തുക. അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ മഴ കൊള്ളാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കും. അപ്പൊ ആളുകൾ മഴ കൊള്ളില്ല, മഞ്ഞ് കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, പുറത്തേക്ക് ഇറങ്ങില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കും, അസുഖവും വരില്ല. അപ്പൊ ഗുളിക കൊടുക്കണ്ട, ഭയപ്പെടുത്തിയാ മതി. മരുന്നല്ല, ഭയപ്പെടുത്തലാണ് വേണ്ടതെന്നാണ് സാറ് പറഞ്ഞു. അതാണ് വേണ്ടത്. അത്രേ ഉള്ളൂ കാര്യം. ഈ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം? ബോധവൽക്കരണം നിങ്ങൾക്ക് എന്തൊക്കെ മാർഗത്തിലൂടെ നടത്താൻ പറ്റും? തെരുവ് നാടകങ്ങളിലൊക്കെ പോയി അഭിനയിച്ചിട്ട് അങ്ങനെയൊക്കെ കളിക്കാം. പിന്നെ ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതാണ് ശരിയായ ഒരു. ഹലോ, എന്താ ആണോ? സെറ്റായി, മരുന്ന് സെറ്റായി. വേണ്ട, നമ്മൾ സംസാരിക്കാത്തോണ്ടാണ് ഇതൊക്കെ. ഒരു കാര്യം ചെയ്യും, ഒരു 4-5 ഫ്ലെക്സ് വെക്കാനുള്ള സംവിധാനം ഉണ്ടാവും. പിന്നെ ഗുളിക മേടിച്ചെന്ന മന്മഥന് അഭിവാദ്യങ്ങൾ. വളരെ സന്തോഷം സാറേ. ശരി, ഓക്കെ. അല്ല, ശരിയായല്ലേ സാറേ? സന്തോഷായി. എനിക്ക് ട്രാൻസ്ഫറായി കോഴിക്കോട്ടേക്ക്. അല്ല സാറേ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം നടക്കില്ല. ഇവിടെ വേറെ ആള് വരും. അപ്പൊ അയാളുമായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അല്ല, എന്നാലും എന്തെങ്കിലും ഒരു ഒന്നുമില്ല, ഒന്നും നടക്കില്ലേ. അപ്പൊ എന്നാ ശരി. ശരി. ഓ